മാറ്റമില്ലാത്ത വചനം, അല്ലെങ്കിൽ പാല് എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. ഒരു കുഞ്ഞിന് മായമില്ലാത്ത പാലെന്ന് വചനം എഴുതിയിരിക്കുന്നു. ഒരു കുഞ്ഞിന് പാലെന്ന് പറയാൻ വളരെയധികം അനിവാര്യമായ ഒരു കാര്യമാണ്. ഇപ്പൊ അത് ഹോർലിക്സ് ആയാലും അല്ലെങ്കിൽ ഇത്ര വലിയ വലിയ ബ്രാൻഡുകളുടെ സാധനം കൊടുത്താലും ഏതൊരു സയൻസും പറയുന്നത് തൻ്റെതായിട്ടുള്ള മാതാവ് നൽകേണ്ടതായിട്ടുള്ള ഫീഡിങ് കൊടുക്കാതെ മറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫീഡിങ് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ, നമ്മളെ ദൈവം ഒരു ഫിസിക്കൽ ബോഡി മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്ന നമുക്കൊരു ആത്മാവുണ്ട്. തീർച്ചയായും അല്ലേ? ആ ആത്മാവിനെ നമ്മൾ വളർത്തണമെങ്കിൽ വചനമാകുന്ന മായമില്ലാത്ത പാലിനെക്കാളും വലുതായിട്ട് മറ്റൊന്നിനും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ വചനത്തിൻ്റെ ധ്യാനത്തിലേക്ക്, അല്ലെങ്കിൽ ആ പാല് നമ്മൾ കുടിക്കാനേ പോവുകയാണ്. വചനത്തിലൂടെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ മെസ്സേജിലേക്ക് കടക്കുന്നു. അനുഗ്രഹം കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, പിന്നാമ്പുറത്തിലൊരു അധ്വാനം വേണം. നമ്മുടെ അടുക്കളയിലേക്ക് അയക്കുന്ന പരിശുദ്ധാത്മാവിനെ അത് പ്രാപിക്കുവാനും അതിനെ കറക്റ്റായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും ഫിക്സ് ചെയ്യുവാനും അതിനെ വളർത്തുവാനും പഠിക്കണം. വളർത്തുവാനും. ഹല്ലേലൂയ. റിയാലിറ്റി എന്നത് ദൈവം നിനക്ക് ആവശ്യമായ നിലവും വിത്തും തരും. നിലത്തിനെ ഒരുക്കി വിതയ്ക്കേണ്ട നിന്റെ ജോലിയാണ്. ദൈവവചന ധ്യാനത്തിനായിട്ട് ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം എന്നത് 2 പത്രോസ് 3:18 ആ വാക്യമാണ് നമ്മളിന്ന് നമ്മുടെ കുറിവാക്യമായിട്ട് വചന ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന ഭാഗം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. 2 പത്രോസ് എന്ന ലേഖനം അവസാനിക്കുന്നത് ഈ വാക്യത്തിലാണ്. നമ്മളിന്ന് അവസാനത്തെ വാക്യമാണ് എടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവർക്കും അവസാനം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഇന്ന് ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസാനത്തേതാണ്. പക്ഷെ ചില അവസാനങ്ങളാണ് വലിയ തുടക്കങ്ങൾക്ക് കാരണമാകുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ കൂടെ ചേർന്ന് വായിക്കാം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. ഹല്ലേലൂയ. വളരുവിൻ. ഇന്ന് നമ്മുടെ മെയിനായിട്ടുള്ള വാക്ക്, നമ്മൾ തിരഞ്ഞെടുത്ത് അടിവരയിട്ട് എടുത്തിരിക്കുന്ന വാക്ക് വളരുവിൻ എന്ന വാക്കാണ്. ഹല്ലേലൂയ. വീണ്ടും എഴുതിയിരിക്കുന്നു: അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. അങ്ങനെ തന്നെ, അത് സത്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും നല്ല നല്ല ഗിഫ്റ്റുകൾ കിട്ടുവാൻ ആഗ്രഹിക്കുന്നവരാണ്, നന്മകൾ ആഗ്രഹിക്കുന്നവരാണ്, അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ചും നമ്മൾ ക്രിസ്ത്യൻസ്. കാരണം നമുക്ക് ദൈവത്തിലൊരു വിശ്വാസമുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. അല്ലാതെ പലരും ചിലപ്പോൾ നിരാശപ്പെട്ട് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് കരുതി പലരും ഉള്ളവരും ഉണ്ട്. പക്ഷെ നമ്മൾ ദൈവമക്കൾ എപ്പോഴും അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാണ്. നന്മകൾ ഇനിയത് നമുക്ക് ഇന്നൊരു നന്മ കിട്ടിയാൽ നാളെ വീണ്ടും മറ്റൊരു നന്മ നമ്മൾ ആഗ്രഹിക്കും. നാളെ കിട്ടിയാൽ മറ്റൊന്നെ ആഗ്രഹിക്കും. ഇന്നലെ കിട്ടിയാൽ ഇന്ന് ആഗ്രഹിക്കും. ഇന്ന് രാവിലെ കിട്ടിയാൽ രാത്രി ആഗ്രഹിക്കും. ഹല്ലേലൂയ. അങ്ങനെ നന്മകൾ, സമ്മാനങ്ങൾ, ഗിഫ്റ്റ്, ദൈവികമായിട്ടുള്ള ഫലങ്ങൾ, അതിനോടൊപ്പം തന്നെ അനുഗ്രഹങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും ഒരു ദൈവ പൈതൽ വളരെയധികം ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. എന്താഗ്രഹിക്കാറുണ്ട്? അനുഗ്രഹം ആഗ്രഹിക്കാറുണ്ട്, നന്മകൾ ആഗ്രഹിക്കാറുണ്ട്. ദൈവം അത് നമുക്ക് തരുകയും ചെയ്യും. എൻ്റെ വിഷയം വളരുവിൻ. ഹല്ലേലൂയ. വളർത്തുക, വളരുവിനല്ല, വളർത്തുക. അതാവുമ്പോൾ കുറച്ചും കൂടെ ശരിയാകും. ഹല്ലേലൂയ. എൻ്റെ വിഷയം വളർത്തുക, 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 വളർത്തുക. എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ അനുഗ്രഹം ആഗ്രഹിക്കും, ദൈവം നമുക്ക് നൽകും. ശരിയാണല്ലോ. ദൈവം നമുക്ക് പലതും തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പല കാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ദൈവസന്നിധിയിൽ നിന്ന് ഒരു ഗിഫ്റ്റിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ദൈവസന്നിധിയിൽ നിന്ന് നീ ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു വിടുതലിന് വേണ്ടി, ഒരു രോഗശാന്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ദൈവം അയക്കുന്നത് ഇങ്ങനെ ഒരു രീതിയില്ല. ദൈവം അവിടെ എഴുതിക്കുന്നു, യു നീഡ് ടു അസംബിൾ. നീ അതിനെ കൂട്ടിച്ചേർക്കണം. ഹല്ലേലൂയ. നീ അതിനെ ഡെവലപ്പ് ചെയ്യണം. ഹല്ലേലൂയ. നമുക്കൊരു വേറെ വേർഡ് ഉപയോഗിക്കാം, അസംബിൾ, ഡെവലപ്പിംഗ്. അത് കറക്റ്റാണ്. ഹല്ലേലൂയ. 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 പല പല പീസായിട്ട് വരുന്ന സൈക്കിൾ എന്ന അനുഗ്രഹത്തിൻ്റെ, നിൻ്റെ അനുഗ്രഹമാകുന്ന സൈക്കിളിൻ്റെ പല പല പീസസ്
നീ ഒരുമിച്ച് ചേർത്ത് അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അത് പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അനുഗ്രഹം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അനുഗ്രഹം ഓർഡർ ചെയ്താൽ പോരാ മാത്രം പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് നീ ഓർഡർ ചെയ്താൽ മാത്രം തീരത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ പറയാം അത് വരണം. ശരി, വന്നെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അയക്കുന്നത് ഇങ്ങനൊരു രീതിയിലാണ് അനുഗ്രഹത്തെ അയക്കുന്നത്. രോഗശാന്തി, ദൈവം അയക്കുന്നതായിട്ടുള്ള സകല നന്മകളും ഇതുപോലെ പല പല പാർട്സായിട്ട് വരും. നീ അവിടെ അത് ജോയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിനെ ഒരു ഷേപ്പ് കൊണ്ടുവന്നാൽ മാത്രമേ അത് നിനക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ബൈബിളിലേക്കൊന്ന് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ബൈബിളിൽ നമുക്ക് നല്ല പഴയ നിയമത്തിൽ നല്ല ഇഷ്ടമുള്ള ഒരാളാണ് ദാവീദിനെ കുറിച്ച് നമുക്കറിയാം. നല്ലൊരു ആർട്ടിസ്റ്റാണ് അല്ലേ? ഇവിടെ നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുമാരുണ്ട്, നല്ല ഇതിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഗിറ്റാറിസ്റ്റ് ഇല്ലയെന്നേ ഉള്ളൂ, പാഡ് വായിക്കുന്ന ആളില്ലാന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഡ്രം വായിക്കാൻ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഓർഗൻ വായിക്കാൻ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഒരു ഭയങ്കരപ്പെട്ട ഒരു ആർട്ടിസ്റ്റായിരുന്നു ദാവീദ്. അവൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ അവൻ കൊട്ടാരത്തിൽ വായിക്കുന്നവന്. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ നിന്ന് മാത്രം പറയണ്ട, അവൻ ആടുകളുടെ ഇടയിൽ ആരുമില്ലാത്തടത്ത് പോലും തുടങ്ങി കൊട്ടാരം വരെ വായിക്കുന്നവനായിട്ട്. അതാ കറക്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാട്ടിൽ പാട്ടെന്തെന്ന് അറിഞ്ഞുകൂടാത്ത ആടിൻ്റെ ഇടയിൽ മുതൽ കൊട്ടാരത്തിലെ രാജാവിന് വേണ്ടി വരെ വായിക്കുന്നവനാ ദാവീദ്. എന്ത് കിന്നരം വായിക്കുന്നവൻ. ഹല്ലേലൂയ. കിന്നരം. അവൻ ഇത്രത്തോളം കിന്നരത്തിൽ നിപുണനായിട്ട് മാറുവാൻ, സ്കിൽഡ് പേഴ്സണായിട്ട്, കഴിവുള്ളവനായിട്ട് മാറണമെങ്കിൽ എന്ത് വേണമായിരുന്നു? വർക്കിംഗ്. ഹല്ലേലൂയ. ഒരുവൻ ചുമ്മാ ഒരു കിന്നരം എടുത്ത് വെച്ചിട്ട് പ്ലോ എന്ന് വായിച്ചാൽ നന്നായിരിക്കും, എല്ലാവരും ഇറങ്ങി ഓടിക്കളയും. അവന് രാജാവിൻ്റെ സന്നിധിയിൽ വായിക്കുവാനേ പറ്റിയത് പ്ലോ എന്ന് പറഞ്ഞ് വായിച്ചതുകൊണ്ടല്ല, അവൻ്റെ പിന്നിലൊരു വർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവനൊരു അധ്വാനം ഉണ്ടായിരുന്നു അതിന് പിന്നിൽ. വെറുതെ കിട്ടിയ നന്മ അതേപടി അവനത് എടുത്തു വച്ചില്ല. അവൻ വർക്ക് ചെയ്തതിനെ ഡെവലപ്പ് ചെയ്തു, അധ്വാനിച്ചതിനെ വളർത്തി. ദൈവം അയക്കുന്ന ഈ ഓരോന്നും എങ്ങനെയാണ് വരുന്നത്? അവൻ നമുക്ക് തരുന്ന കഴിവുകൾ, അവൻ നമുക്ക് തരുന്ന പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ. തൻ്റെ ആത്മാവ് അവൻ തരുന്നത് എല്ലാം കൂട്ടിച്ചേർത്ത് സൈക്കിളായിട്ട് ഇങ്ങ് തരത്തില്ല, പാർട്സായിട്ട് തരത്തുള്ളൂ. തിരിച്ചു വരാം ദാവീദിൻ്റെ അടുക്കിലേക്ക്. ദാവീദ് കിന്നരം അവൻ ഡെയിലി അത് വർക്ക് ചെയ്യുമായിരുന്നു. അതെങ്ങനെ വായിക്കണം, അതെങ്ങനെ വായിച്ചാൽ ശരിയാകും, അത് എന്ത് ചെയ്താൽ ശരിയാവും, എങ്ങനെ വായിക്കണം, അത് വായിക്കുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം. ഹല്ലേലൂയ. അത് വായിക്കുന്നത് മറ്റുള്ളവരുടെ ഭൂതശാന്തിക്ക് എങ്ങനെ ഉപയോഗപ്പെടാം. ഹല്ലേലൂയ. അത് വായിക്കുന്നത് മറ്റുള്ളവരുടെ രോഗശാന്തിക്ക് എങ്ങനെ ഉപയോഗപ്പെടാം എന്നതിന് വേണ്ടി അവനൊരു വർക്കിംഗ് ഉണ്ടായിരുന്നു. വർക്കിംഗ് ബാക്ക് സ്റ്റേജ് വർക്കിംഗ്, പിന്നാമ്പുറത്തുള്ളൊരു വർക്കിംഗ്. ചില TV ചാനലിലൊക്കെ ചില പ്രോഗ്രാം കാണിച്ചിട്ട് പരസ്യം വരുമ്പോൾ പിന്നാമ്പുറം എന്ന് പറഞ്ഞ് കാണിക്കും, അതിൽ കുറേ കാര്യങ്ങൾ കഴിക്കും. അതുപോലെ നിനക്കൊരു പിന്നാമ്പുറം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കൾ അനുഗ്രഹം ആഗ്രഹിക്കും, പക്ഷെ നിനക്ക് പിന്നാമ്പുറം കാണിച്ചില്ല. നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് ഗായകരുണ്ട്, ഒരുപാട് പേര് പാടും, ഒരുപാട് പേര് കീബോർഡ് വായിച്ചെന്ന് വരും, ഒരുപാട് പേര് ഡ്രം വായിക്കും, ഒരുപാട് പേര് ഗിറ്റാർ വായിക്കും, ഒരുപാട് പേര് നന്മ പ്രവർത്തികൾ ചെയ്യും, ഒരുപാട് പേര് ജോലി ചെയ്യും, ഒരുപാട് പേര് ശുശ്രൂഷ ചെയ്യും, ഒരുപാട് പേര് പലതും കണ്ടുപിടിക്കും, ഒരുപാട് പേര് പലവിധമായിട്ടുള്ള ചികിത്സകൾ ചെയ്യും, ഒരുപാട് പേര് വണ്ടി ഓട്ടിക്കും, പലരും പലതും ചെയ്യും. പക്ഷേ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നത്, വിജയിക്കുന്നത് ചിലർ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ദൈവത്തോട് ചോദിക്കും, ദൈവം അനുഗ്രഹം നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. അനുഗ്രഹം നൽകും. പക്ഷേ അതിന് ശ്രേഷ്ഠമായ വിധത്തിൽ എത്തണമെങ്കിൽ യു നീഡ് എ വർക്ക്. ഒരു പിന്നാമ്പുറത്തിലെ അധ്വാനം നിനക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടുവാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചൊരുങ്ങി പാടുവാനേ കഴിയുമോ? ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിയുണ്ടെന്ന് പറഞ്ഞാൽ കാര്യമില്ല, പ്രാർത്ഥിച്ചൊരുങ്ങി ഒന്ന് അതിനുവേണ്ടി ഒന്ന് വർക്ക് ചെയ്യുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇന്നിപ്പോൾ ഞാനതിൽ ഇവിടെ നിൽക്കുന്നത് വെറുതെ കയറിയുന്ന മൈക്കും എടുത്ത് ഫോണും എടുത്തിട്ട് ബൈബിളൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം കിട്ടുന്ന വാക്യം എടുത്ത് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. യു നീഡ് എ വർക്ക്. ഇന്നിവിടെ ഞാനിവിടെ പ്രസംഗിക്കുന്നത് പിന്നാമ്പുറത്തിലൊരു അധ്വാനമുള്ളത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ടെക്നിക്കൽ സ്റ്റാഫുകൾ ഇന്ന് നമ്മുടെ ഇവിടെ നടക്കുന്ന ആരാധന നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ചുമ്മാതെയല്ല, പിന്നാമ്പുറത്തിലൊരു അധ്വാനം. ഇതിലുപരിയായി ഇതൊക്കെ നടന്നു വരുന്നതിന് പിന്നിലൊരു പിന്നാമ്പുറത്തിൽ ഒരുപാട് ദൈവജനത്തിൻ്റെ കണ്ണീരും പ്രാർത്ഥനയുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അനുഗ്രഹം കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, പിന്നാമ്പുറത്തിലൊരു അധ്വാനം വേണം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ദാവീദിന്റെ ജീവിതത്തിലെ കിന്നര വായനയിലെ വിജയം, അവൻ ശൗലിനെ മുന്നിൽ പോയി വായിച്ചപ്പോൾ ശൗലിന്റെ ദുരാത്മാവിന് സഹിക്കാൻ വയ്യാതെയായി. ശൗലിന്റെ ഉള്ളിലെ ദുരാത്മാവിന് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. അവന് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്തു. എന്തുകൊണ്ട്? അവന്റെ പിന്നാമ്പുറത്തിൽ അധ്വാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകുന്നത് എല്ലാവരുടെയും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. ജസ്റ്റ് ചോദിച്ചാൽ മതി, എല്ലാം കിട്ടിക്കഴിയും, എല്ലാം കിട്ടിക്കഴിയും. ആ തെറ്റിദ്ധാരണ മാറണം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ദൈവം പ്രാർത്ഥിക്കുവാനും പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരണമേ. ഹല്ലേലൂയ. ആഗ്രഹിച്ചാൽ മാത്രം കാര്യമില്ല ദൈവമക്കൾ. ഓർഡർ ചെയ്താൽ മാത്രം കാര്യമില്ല, ഓർഡർ പ്ലേസ് ചെയ്യാൻ മാത്രം കാര്യമില്ല, പേയ്മെന്റ് കൊടുത്താൽ മാത്രം കാര്യമില്ല. അതിനൊന്ന് ഫിക്സ് ചെയ്യാൻ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അടുക്കളയിലേക്ക് അയക്കുന്ന പരിശുദ്ധാത്മാവിനെ അത് പ്രാപിക്കുവാനും അതിന് കറക്റ്റായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും ഫിക്സ് ചെയ്യുവാനും അതിനെ വളർത്തുവാനും പഠിക്കണം, വളർത്തുവാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചു കാണത്തില്ല. കാരണം നിനക്ക് പരിശുദ്ധാത്മാവ് ഓൾറെഡി ഉണ്ടായിരിക്കാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെയുള്ളവരോട് ഞാനിന്ന് പറഞ്ഞോട്ടെ, നിന്റെ പരിശുദ്ധാത്മാവ് നിനക്കുണ്ടെങ്കിലും അത് പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനിയും അവൻ വരേണ്ടതായിട്ടുണ്ട് ചില പാർട്സുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രത്തോളം നീ വർക്ക് ചെയ്യോ അത്രത്തോളം നിനക്ക് അനുഗ്രഹം. പല ഫിലോസഫേഴ്സും ഞാൻ പറയുന്നതായിട്ടുണ്ട്, നോ പെയിൻ നോ ഗെയിൻ. എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യാതൊന്നും നടക്കത്തില്ല. എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യും അത്രത്തോളം നല്ല റിസൾട്ട് വരും. ഹല്ലേലൂയ. ദൈവം അത് തന്നെ പറയുന്നത്, പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രം പോരാ നിന്റെ ജീവിതത്തിൽ. നീ വർക്ക് ചെയ്യുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ഉപയോഗം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത മനസ്സിലാക്കുവാനേ കഴിയുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട്ടെ. ഒരു ഫാർമർ, ഒരു കൃഷിക്കാരൻ. ഇന്ന് നമുക്കറിയാമല്ലോ, എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എനിക്ക് അറിയാമെന്ന് അറിയത്തില്ല, ശരിയാണെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ നമ്മുടെ ലോകം മൊത്തം കൊറോണ വൈറസ് COVID-19 കൊണ്ട് മൊത്തത്തിലൊരു ക്രൈസിസ് എന്ന് പറയാൻ പാടില്ല, എങ്കിലും ഒരു ക്രൈസിസിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ മനസ്സിൽ തോന്നിയതാ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ടെർഷ്യറി സെക്ടറും സെക്കൻഡറി സെക്ടറും ആയിരുന്നു ഭയങ്കരധികം ലോകരാജ്യങ്ങളിൽ, ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷനുകൾ, വളർന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതും അവിടെ ഏറ്റവും കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ടെർഷ്യറി സെക്ടർ എന്ന് പറയുമ്പോൾ ബാങ്കിങ്, ട്രേഡ്, സർവീസ്, IT, ഇതൊക്കെ ടെർഷ്യറിയാണ്. അത് സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ്, സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, മരുന്നുണ്ടാക്കുന്നത്, ക്യാമറ ഉണ്ടാക്കുന്നത്, ഫോൺ ഉണ്ടാക്കുന്നത്, മിക്സി ഉണ്ടാക്കുന്നത്, ഹല്ലേലൂയ, ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ സെക്കൻഡറിയാണ്. പ്രൈമറി ഉണ്ട്. പ്രൈമറി എന്നത് ഫിഷിങ്, മീൻ പിടിക്കുന്നതും, നെല്ല് വിതച്ച് കൊയ്ത്തെടുക്കുന്നതും, മാവിൻ്റെ തൈ കൊണ്ട് നട്ട് കാത്തിരുന്നത് വളരുമ്പോൾ അതിൽ നിന്ന് പറിച്ചെടുത്ത് വിൽക്കുന്നതും, പിന്നെ എന്താ, പ്ലാവ്, താനെ കിടന്ന് പൊടിക്കുന്ന പ്ലാവിൽ നിന്ന് അത് പറിച്ച് വിതരണം ചെയ്യുന്നത്, മെഡിസിനൽ ആവശ്യമായിട്ടുള്ള ചെടികൾ വളർത്തുന്നത്, ഇതൊക്കെ പ്രൈമറി സെക്ടർ. വേട്ടയാടൽ, ഇതൊക്കെ പ്രൈമറിയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നതാ, ഈ പ്രൈമറി സെക്ടറിനാണ് ഇന്നാളുകളിൽ വളരുവാനായിട്ട്. പ്രൈമറി സെക്ടർ ഒരുപാട് നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങൾക്കായിരിക്കും എനിക്ക് തോന്നുന്നു ഇനിയൊരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ സാമ്പത്തിക നിലയിൽ നല്ലൊരു
കാഴ്ചവെക്കാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയിപ്പോൾ ഫുഡിന് വേണ്ടി പല രാജ്യങ്ങളും അവിടെ കോൺസെൻട്രേഷൻ മാറിപ്പോയി, രോഗത്തിലേക്ക് മാറിപ്പോയി. പലരും ഇനി ഫുഡിന് വേണ്ടി ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൈമറി സെക്ടർ, ഫുഡ് ഉൽപ്പാദനം, അഗ്രികൾച്ചർ, ഇതൊക്കെ ഉള്ള രാജ്യങ്ങൾ അവർ കയറ്റി അയക്കും. എയ്റോപ്ലെയിനിലും ഷിപ്പിലൂടെയൊക്കെ കാർഗോയിലൂടെ അവർ കയറ്റി അയക്കും. അവർക്ക് ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ ഒരു പ്രൈമറി സെക്ടറിൽ ജീവിക്കുന്ന ഒരു കൃഷിക്കാരൻ്റെ ഒരു ജീവിതകാര്യം, അല്ലെങ്കിൽ ആ കൃഷിക്കാരൻ ഞാൻ തന്നെയാകാം. ഞാൻ ഇവിടെ ഒന്ന് പ്രസംഗിക്കും, ഇവിടെ ഒന്ന് പാടും, എന്നിട്ട് എന്ത് ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ കൃഷി സ്ഥലത്തിലേക്ക് പോകും. ഞാൻ അത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച ഒരു സ്ഥലമാണ്. 1000 രൂപയ്ക്കാണ് 1 ഏക്കർ വാങ്ങിച്ചത്. കൃഷി സ്ഥലം 1000 രൂപയ്ക്ക് 1 ഏക്കർ ഞാൻ വാങ്ങിച്ചു. അല്ലെങ്കിൽ വേണ്ട, 1 ഏക്കർ ഞാൻ ഒരു 30 ലക്ഷം 40 ലക്ഷം രൂപയ്ക്ക് ഉള്ളിലോട്ടുള്ള ഭാഗം ഞാൻ വാങ്ങിച്ചു. ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇപ്പോൾ ഒരു പുതിയൊരു മിഥുലയോ അങ്ങനെ ഒരു അരി കേട്ടല്ലോ, അതുപോലത്തെ അരി എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അരി വാങ്ങിച്ചു. ഞാൻ അവിടെ എല്ലാം ഇങ്ങനെ വിതച്ചാൽ മാത്രം പോരാ, അതിനു മുമ്പ് ചില കാര്യങ്ങളുണ്ട്. ചിലതൊന്ന് കുഴിക്കണം, ഒന്ന് ഉഴുതു കൊടുക്കണം. ഹല്ലേലൂയ. കൊയ്താൽ മാത്രം പോരാ, കൊയ്യണതിന് മുമ്പേ ഉഴുകണം. ഹല്ലേലൂയ. അവിടെ കൃഷി സ്ഥലത്തിലൂടെ ഞാനിങ്ങനെ കാളവണ്ടിയിൽ അല്ലെങ്കിൽ ട്രാക്ടർ ഉപയോഗിച്ച് അവിടെ ഇങ്ങനെ ഉഴണം, വെള്ളമൊഴിക്കണം, വളമിടണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. അത് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. കാരണം പണ്ടെപ്പോഴോ കൃഷി ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറേ നാളായിട്ട് കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ വെടിച്ച് കിടക്കുക നിലം. അപ്പോൾ ഞാൻ ഇവിടെ കൂടി ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് അല്പം ഒരു 50 സെൻറ്റിൽ നെല്ല് വിതച്ചു. ഹല്ലേലൂയ. നെല്ല് വിതച്ചു. അടുത്ത 50 സെൻറ്റിൽ കുറച്ച് മാവും തൈയൊക്കെ നട്ടു. ശരിയാണെന്ന് അറിയത്തില്ല, ഞാനിതുവരെ ഫാമിങ് ചെയ്തിട്ടില്ല, ഞാനൊരു ഫാമറല്ല. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, എനിക്കൊന്ന് 6 മാസം 7 മാസം കഴിഞ്ഞപ്പോൾ നെല്ല് നല്ല വളർന്ന് നല്ല ഗോൾഡൻ കളറിൽ അതായി. അതിലിങ്ങനെ നെൽമണികളൊക്കെ വളർന്ന് നല്ല നല്ല സൂപ്പറായിട്ട് നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ മാവ് പതിയെ വളർന്ന് നെല്ല് കൊയ്തു. മാവ് വളർന്നപ്പോൾ പറിച്ചു. മുകളിലുള്ളത് നമുക്ക് ഭയങ്കര ഇഷ്ടം. നെല്ലിനേക്കാളും നമുക്ക് ചോറിനേക്കാളും മാങ്ങയ്ക്ക് നല്ല ഇഷ്ടമല്ലേ? ചോറ് കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ചോറും ഒരു പാത്രത്തിൽ ചോറും ഒരു പാത്രത്തിൽ മാങ്ങയിരുന്ന് നമ്മൾ മാങ്ങയെ എന്തായാലും കഴിക്കത്തുള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, എന്തായാലും ശരിയായി, എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്, നെല്ലൊക്കെ ഒരുപാട് കൊയ്തല്ലോ, ഇപ്പം മാവും ഒക്കെ കുറേ വർഷം കഴിയുമ്പോൾ വളർന്നു, നല്ല കായ്ച്ചു, നല്ല എല്ലാം സൂപ്പറായിട്ട് നടക്കുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു പോകുന്നുണ്ട്. ദൈവം നിന്നെ വളരെയധികം അനുഗ്രഹിച്ചു. എല്ലാം നിനക്ക് തന്നു. ഹല്ലേലൂയ. ദൈവം നിനക്ക് എല്ലാം തന്ന് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അവർ കാണുന്നത് ഇത് മാത്രമാണ്, നീ കുടിച്ചത് കാണത്തില്ല. ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്നത് എന്താ? ആ നിലവും വിത്തും ദൈവം നിനക്ക് തന്നു. ചുമ്മാതെ കൊണ്ടിട്ടാൽ പൊടിക്കില്ല. അവിടെ ഞാനേ കുറച്ച് കുടിക്കേണ്ടി വന്നു. കുഴിച്ച് അവിടെ ഉഴുതു മറക്കേണ്ടി വന്നു. അതവൻ കണ്ടില്ല, കൂട്ടുകാരൻ. ഹല്ലേലൂയ. എല്ലാവരും കാണുന്നത് വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടവും പഴുത്ത് കാച്ച് പൂത്ത് നിറഞ്ഞു നിൽക്കുന്ന മാവും മാത്രമേ കാണത്തുള്ളൂ. അതിൻ്റെ പിന്നിൽ അധ്വാനം കാണത്തില്ല. ഇത് കണ്ടിട്ട് ആൾക്കാരെന്ത് തെറ്റിദ്ധരിക്കും? ദൈവമുണ്ടെങ്കിൽ, ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ എല്ലാം ഓക്കെ. നമ്മൾ ഒരു ബിൽഡിംഗ് ഒക്കെ വെച്ച് ഒരു ആം ചെയർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സോഫ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടൊക്കെ ഇപ്പം ഇങ്ങനെ നീണ്ടൊക്കെ വരുന്ന സോഫയൊക്കെ ഇട്ട് ഒരു AC യും വെച്ച് ഒരു സ്മാർട്ട് TV യും വെച്ച് ഒരു ഫോണുമായിട്ട് അങ്ങ് ഇരുന്നാൽ മതി, ബാക്കിയെല്ലാം ദൈവം അങ്ങ് നോക്കിയോളൂ. അങ്ങനെ ഒരു മനോഭാവം അതല്ല. റിയാലിറ്റി എന്നത് ദൈവം നിനക്ക് ആവശ്യമായ നിലവും വിത്തും തരും. നിലത്തിനെ ഒരുക്കി വിതയ്ക്കേണ്ട നിന്റെ ജോലിയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മുകളിലുള്ളത് ഉയർന്ന കാര്യങ്ങളൊക്കെ പറിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് നമുക്ക്. വലിയ അനുഗ്രഹങ്ങൾ,
വലിയ രോഗശാന്തികൾ, വലിയ ബിസിനസ്, വലിയ വീട്, വലിയ 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 നേട്ടങ്ങൾ, വലിയ മാന്യത, വലിയ ഫെയിം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കും. വലുത് ഭയങ്കര ഇഷ്ടമാണ്. ആരും ഇഷ്ടമില്ല എന്നൊന്നും പറയത്തില്ല. അത് ചുമ്മാ അതാ പറയരുത്. ഞാനിപ്പോൾ ഒരാൾക്ക് പോയി, സിസ്റ്റർ, ബ്രദർ, ഞാൻ താങ്കൾക്കൊരു വീട് എഴുതി തരുവാനായി പോകുന്നത്, ഇതാണ് വീട്, ഈ 3 നിലയുള്ള ഈ 5000 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഞാൻ എഴുതി തരുന്നത് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി വാങ്ങും. ഹല്ലേലൂയ. ഇപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞാലും ആ എഗ്രിമെൻ്റ് പേപ്പർ അങ്ങ് കാണുമ്പോൾ, ആ രജിസ്റ്റർ ചെയ്ത ആ പേപ്പർ കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് അങ്ങനെ സൈനിട്ട് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും ഉയർന്നത് ഉയർന്നവർ. പക്ഷെ ആ ഉയർന്ന മാങ്ങയെ പറിക്കണമെങ്കിൽ താഴേക്ക് കുഴിക്കുന്നത് മറന്നുപോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയരങ്ങളിലുള്ള നന്മ, ഉയരങ്ങളിലുള്ള അനുഗ്രഹം വേണമെങ്കിലും നീ ചിലതൊന്ന് കുഴിക്കണം. കുഴിക്കാൻ അല്പം പാടാം, പറിക്കാൻ എളുപ്പം. ഒരു തോട്ടമാണെങ്കിൽ ഒരു വലിയ വലിച്ചാൽ മതി, ചെറിയൊരു ബാലൻസിങ് മാത്രം മതി, ലൈൻ കമ്പി പോയി വീഴാതെ. ഹല്ലേലൂയ. അധ്വാനമില്ലെങ്കിൽ അനുഗ്രഹത്തിന് പൂർത്തീകരണം ഉണ്ടാകത്തില്ല. അധ്വാനമില്ലെങ്കിൽ നടക്കത്തില്ല. നിനക്ക് ഉയരങ്ങളിലുള്ളത് ചിലത് പ്രാപിക്കണമെങ്കിൽ നീ താഴേക്കൊന്ന് പോകേണ്ടി വരും. ഹല്ലേലൂയ. നിനക്ക് ഉയരങ്ങളിലേക്ക് നിന്റെ തല ഉയർത്തി ചിലതൊക്കെ ഒന്ന് കാണുവാനും ചിലതൊക്കെ ഒന്ന് അനുഭവിക്കണമെങ്കിൽ നിനക്കൊന്ന് താഴേട്ട് നോക്കി ഒന്ന് വെട്ടേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു തരുമ്പോഴും നീ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്ന് പറഞ്ഞൊരു കാര്യമില്ല. നീ പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ അതിനെ ഒന്ന് വളർത്തണം. നിലം കിട്ടിയിട്ട് കാര്യമില്ല. നിലം യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? അത് ഉഴുത് മറിച്ച് അതിൽ നെല്ലിടണം, വെള്ളം ഒഴിക്കണം, പല കാര്യങ്ങൾ ചെയ്യണം. ഉയരത്തിലുള്ള മാങ്ങ പറിക്കണമെങ്കിൽ താഴേക്ക് കുഴിക്കണം, അത് നടാൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അങ്ങനെ തന്നെ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കിട്ടണമെങ്കിൽ, നിനക്ക് ദൈവം തരുന്ന ഗിഫ്റ്റിൻ്റെതായിട്ടുള്ള റിസൾട്ട് അറിയണമെങ്കിൽ നീ ചെയ്യേണ്ടത് അത് തന്നെയാണ്. താഴേക്ക് നോക്കി കുഴിക്കണം, ചിലതൊന്ന് പിന്നാമ്പുറത്ത് അധ്വാനിക്കണം. അപ്പോഴാ നീ അനുഗ്രഹമെന്ന് നീ കാണുന്ന ഒരു സ്വപ്നമുണ്ടല്ലോ, നീ കാണുന്ന ഇമേജ് ഉണ്ടല്ലോ, അത് അസംബിളായിട്ട് മുഴുവനായിട്ട് വരുന്നത്. അത് തന്നെയാണ് നിന്റെ അനുഗ്രഹത്തിൻ്റെ പടികൾ. ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും വളരെയധികം അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചോട്ടെ. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. ദൈവവചനം പ്രവർത്തിക്കുന്നതാണ്, ജീവനുള്ളതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ക്രിയകൾ, തുടർന്നുള്ള നാളുകൾ, തുടർന്നുള്ള നിമിഷങ്ങളിൽ, തുടർന്നുള്ള സെക്കൻഡുകളിൽ അത് ചെയ്യട്ടെ. നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൽ നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിലേഷൻ നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കരുത്. ദൈവം അതിനായി നമുക്ക് ശക്തി നൽകും. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതം നയിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ.